നമ്മുടെ തിരുവനന്തപുരത്ത് വേറെ 24 ലക്ഷം രൂപയ്ക്ക് അതും വലിയ കോർപ്പറേഷൻ 5 മീറ്റർ അടുപ്പിച്ചുള്ള ടാർ റോഡ് ഫ്രണ്ടേജ്, കോർപ്പറേഷൻ റോഡ് ഫ്രണ്ടേജിൽ നമുക്കൊരു കീടിലം വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു വീടാണ്, ഡബിൾ സ്റ്റോറീഡ് 2 നില വീടാണ്. അത് നമ്മുടെ വീടിന്റെ ലൊക്കേഷനാണ് ഹൈലൈറ്റ്. വീടിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പുന്നയ്ക്കാമുകൾ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ജസ്റ്റ് ഒരു 400 മീറ്ററും, അതേപോലെ തന്നെ വിജയമോഹനി മിൽസിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 800 മീറ്റർ മാത്രം മാറിയിട്ട് നമ്മുടെ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് ലൊക്കേഷൻ വരുന്നത്. കണ്ട, ഈ നമ്മുടെ ഈ വീട് എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് നിങ്ങളിപ്പം പുന്നയ്ക്കാമുകൾ ജംഗ്ഷൻ കയറിയിട്ട് പുന്നയ്ക്കാമുകൾ സെന്റ് ജോർജ് ചർച്ച് പോകണം. പിന്നെ പുന്നയ്ക്കാമുകൾ സെന്റ് ജോർജ് ചർച്ച്, ആ സെന്റ് ജോർജ് ചർച്ചിന്റെ വഴി ജസ്റ്റ് ഒന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് കാണാൻ പറ്റും. ഈ വീട്ടിൽ നിങ്ങൾക്ക് ബൈക്ക് മാത്രമാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. കാർ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലിടാം. അതാ ഇവർ ഒരു കാർ ഇട്ടിരിക്കുന്നുണ്ട്, അതാ ഫ്രണ്ടിൽ കാർ ഇട്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ കാർ ഇടാൻ പറ്റും. അല്ലാതെ ഒരു ബൈക്ക് നമുക്ക് അകത്തേറ്റ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരെ വന്നിട്ടുണ്ട്. വിജയമോഹനി മിൽസിന്റെ അവിടെ നിന്നൊക്കെ ജസ്റ്റ് ഒരു 800 മീറ്റർ ഒരു കോർപ്പറേഷൻ ഏരിയയാണ്. അത് ഈ വീട്ടിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വാസ്തുപ്രകാരം ചെയ്തിട്ടുള്ള വീടാണ്. ജസ്റ്റ് ഒരു 3.5 വർഷം മാത്രമേ പഴക്കമുള്ളൂ. നമുക്ക് ഈ വീടിന്റെ ദർശനം എവിടെ ഇങ്ങോട്ടെന്ന് അറിയാമോ? വടക്ക് ദർശനത്തിലാണ് വീട് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവിടെ 2 റോഡ് ഫ്രണ്ടേജ് വരും. ഇത് കണ്ട, ഇവിടെ ഒരു പ്രൈവറ്റ് റോഡ് ഉണ്ട്. അല്ല, നമുക്ക് എക്സ്ട്രാ നമ്മൾ 5 മീറ്റർ അടുപ്പിച്ചുള്ള ടാർ റോഡ് ഫ്രണ്ടേജും വരണുണ്ട്. അതും വലിയ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് വന്നിട്ടുള്ളത്. 24 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത്. ഈ വീട് പെട്ടെന്ന് പോകും കേട്ടോ, കാരണം നല്ല കണ്ടീഷനിലുള്ള വീടാണ്. ഞാൻ അകം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ വീട് നമുക്ക് 1 സെന്റിൽ 530 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. പക്ക നല്ല നീറ്റ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. നമ്മൾ ഈ വീട് ഏകദേശം ഒരു നീണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. നീണ്ട ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള പ്ലോട്ടിലാണ് നമ്മുടെ ഈ വീട് വന്നിട്ടുള്ളത്. അതും ഓണർ സ്വന്തം ആവശ്യത്തിന് വെച്ച വീടാണ്. ജസ്റ്റ് ഒരു 3.5 വർഷം ആയിട്ടേ ഉള്ളൂ. കണ്ട, ഫുള്ള് കബോർഡ് വർഷം എല്ലാം ഉണ്ട്. നല്ലൊരു അടിപൊളി കിച്ചണാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ താഴെ നമുക്ക് ബെഡ്റൂം ഇല്ല, താഴെ നമുക്ക് ഹോളാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു ചെറിയൊരു ഹോളും വരുന്നുണ്ട്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ്. പിന്നെ നമുക്ക് ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച് ബാത്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം. നമുക്ക് ഹോളിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂമും ഉണ്ട്. കണ്ട, ഒരു കുഞ്ഞു ബാത്റൂം. ഇതൊരു ചെറിയ ഫാമിലിക്ക് പറ്റിയ വീടാണ്. ചെറിയ ഫാമിലിക്കും പറ്റിയതാണ്. പിന്നെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഈ വീട് എടുത്തിട്ട് നിങ്ങളൊന്ന് റെനോവേഷൻ ചെയ്തിട്ടേ നിങ്ങൾക്ക് കീഴിലോട്ട് റെന്റിന് കൊടുക്കാമേ. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിക്ക് നല്ല കിടിലോട്ട് റെന്റിന് കൊടുക്കാൻ പറ്റിയ വീടാണ്. കാരണം നല്ല കണ്ടീഷനിലുമാണ് വീട് ഇരിക്കുന്നത്. അതാണ് വേറൊരു ഹൈലൈറ്റ്. നമുക്കിവിടെ മുകളിലാണ് 2 ബെഡ്റൂം വരുന്നത്. കണ്ട, ഇതാണ് ഒരു ബെഡ്റൂം. ഇതാണ് നമ്മുടെ നൈസ് ആയിട്ടുള്ള മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും താറുന്നുണ്ട്. കണ്ട, ഇവിടെ 24 ലക്ഷം രൂപയ്ക്ക് കോർപ്പറേഷൻ ഏരിയയിൽ ഇത്ര നീറ്റ് കണ്ടീഷനിലുള്ള ഒരു വീട് കിട്ടാന്ന് പറഞ്ഞാൽ എന്ത് പാടത്തറിയാമോ? സിറ്റിയിൽ ഇപ്പോൾ വീടേ കിട്ടാനില്ല. വെറും 24 ലക്ഷം രൂപയ്ക്കാണ് വെറും 3.5 വർഷം പഴക്കമുള്ള വീടൊക്കെ വരുന്നത്. സാധാരണ മിക്ക വീടും വരുമ്പോൾ 15 വർഷവും 20 വർഷവും ഒക്കെയാണ് പഴക്കം വരുന്നത് ഈ സിറ്റിയിൽ വീടുകൾ വരുമ്പോഴേ ഈ ബഡ്ജറ്റിന്. കേട്ടാ, ഇതാണ് നമുക്ക് 2ാമത്തെ ബെഡ്റൂം. പിന്നെ മറ്റേ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ടുള്ള ഒരു സ്പേസും വരുന്നുണ്ട്. കേട്ടോ, ഇത് നല്ല നീറ്റ് കണ്ടീഷനാണ്. കേട്ടോ, വീട് നല്ല നീറ്റ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി വേറെ എക്സ്ട്രാ വലിയ പണിയൊന്നും ചെയ്യേണ്ടി വരില്ല. ഇത് നിങ്ങളൊന്ന് എടുത്തിട്ട് പെയിന്റ് അടിച്ചാൽ മതി. നല്ല നൈസ് ആയിരിക്കും വീട്. നല്ല നീറ്റ് കണ്ടീഷനിലാണ് ഇപ്പോഴേ ഇരിക്കുന്നത്. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കണ്ട, പക്ക റെസിഡൻഷ്യൽ ഏരിയയാണ്. കണ്ട, എല്ലാ സൈഡും നോക്കി നമ്മുടെ ഇവിടെ വാർഡ് വന്നിട്ട് പുന്നയ്ക്കാമുകൾ വാർഡാണ്. കണ്ട, എല്ലാ സൈഡും വീടുണ്ട്. ഇലക്ട്രിസിറ്റി കണക്ഷനും ഉണ്ട്. എല്ലാം പൈപ്പ് ലൈൻ കണക്ഷനാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആയിട്ട് കണ്ട, വലിയ വഴിയാണ്. കണ്ട, എല്ലാ സമയത്തും വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കണം. നല്ല അടിപൊളി വഴിയാണ്. മിക്ക വീട്ടിലും കണ്ട, ചിലതൊക്കെ ഇതുപോലത്തെ കാർ അകത്ത് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കാർ വെളിയിൽ വിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ വേണമെങ്കിൽ ഇടാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പം ഈ വീട് എടുത്തിട്ട് നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യാം. PGക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ല അടിപൊളിയാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള ആക്സസ് വരുമ്പോൾ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കാരണം പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ. അതായത് മിലിറ്ററിക്കാർക്കൊക്കെ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാൻ പറ്റും. ഇപ്പം മിക്ക ഒരു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ അവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യണം. അവർ റെന്റിന് വീട് തപ്പി നടക്കുകയാണ്. അപ്പൊ ഇത് കിടിലായിട്ട് നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാം. ഇത് വാങ്ങിച്ചിട്ട് റെനോവേഷൻ ചെയ്ത് സൂപ്പറായിട്ട് റെന്റിന് കൊടുക്കാൻ പറ്റും. മിലിറ്ററി ക്യാമ്പ് അടുത്ത്, അതുപോലെ തന്നെ നമുക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത്, പിന്നെ തിരുമല ജംഗ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത്, എല്ലാം 2-3 കിലോമീറ്റർ അത്രേ വരുള്ളൂ. തിരുമല ജംഗ്ഷൻ, പൂജപ്പുര ജംഗ്ഷൻ, വിജയമോഹനി മിൽസ്, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. മെയിനായിട്ട് നോക്കുന്നത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പാണ്. അതുപോലെ തന്നെ പരീക്ഷ ഭവൻ ഇവിടെ ജസ്റ്റ് ഒരു 2-3 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ എല്ലായിടത്തും നമ്മുടെ സിറ്റിക്കായിട്ടുള്ള മെയിൻ ഏരിയാസ്, പൂജപ്പുര എല്ലാം നമുക്ക് PTP നഗർ, ഇതുപോലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ശാസ്തമംഗലം എല്ലാം 4-5 കിലോമീറ്റർ റേഡിയസിനകത്ത് തന്നെ പോകാൻ പറ്റും.
അതുപോലെ ടി വി യൂണിറ്റ് ഇതാ ഇവിടെ വെക്കാൻ പറ്റും. ടി വി യൂണിറ്റ് നമുക്ക് ഇത് വെക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ ചെറിയൊരു ഹാള്. പിന്നെ അത് അവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതാണ് ഡൈനിങ് സ്പേസ്. അപ്പൊ വീട് എങ്ങനെയുണ്ട്? നല്ല നീറ്റ് കണ്ടീഷനാണ്. ഈ ഒരു വിലയ്ക്ക് ചോദിക്കുന്ന വില കേട്ടല്ലേ, വെറും 24 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അത് സിറ്റി ഏരിയയിൽ പൂജപ്പുരയ്ക്ക് അടുത്തായിട്ട് ജസ്റ്റ് ഒരു 2.5 കിലോമീറ്റർ. മെയിനായിട്ട് വിജയമോനി മിൽസിന്ന് ജസ്റ്റ് ഒരു 800 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഈ വീട് സുഖമായിട്ട് നിങ്ങൾക്ക് എളുപ്പം തന്നെ വാങ്ങാൻ പറ്റും. കാരണം എന്താണെന്ന് അറിയാം, ആൾറെഡി HDFC ലോണിൽ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഡോക്യുമെന്റ് പരിശോധിക്കുമല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് എന്തായാലും പരിശോധിക്കണം, പക്ഷേ ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആയിരിക്കും. കാരണം ആൾറെഡി HDFCയിലാണ് ലോണിലിരിക്കുന്നത്. അതായത് HDFC എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ല പ്രീമിയം, അത്രയും നല്ല നാഷണലൈസ്ഡ് ബാങ്ക് ആണ്. അപ്പൊ അതിൽ ലോൺ അപ്രൂവൽ ആയി ലോണിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ടേക്ക് ഓവർ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അത് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് ടേക്ക് ഓവർ ചെയ്യുകയോ അല്ലെങ്കിൽ തന്നെ അല്ലാതെ നിങ്ങളേതായ രീതിയിൽ ലോൺ ക്ലോസ് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതാണ് ഇതിലൊരു ഹൈലൈറ്റ്. സാധാരണ ഈ ഒരു ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടീസിൽ ലോൺ ഉള്ള പ്രോപ്പർട്ടി കിട്ടാൻ പാടാണ്, പക്ഷെ ഇതിൽ ലോൺ ഉണ്ട്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ബ്രോക്കറേജോ കാര്യങ്ങളോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ഓണറിനെ തന്നെ ഡീൽ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്പർ. ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീൽ ചെയ്ത് ഓണറുമായിട്ട് ഡയറക്റ്റ് തന്നെ സെറ്റ് ആക്കാൻ പറ്റും. കമ്മീഷൻ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതേപോലത്തെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടീസ് സിറ്റി ഏരിയയിൽ നമ്മളായിരിക്കും കൂടുതൽ ലിസ്റ്റ് ചെയ്യണം. നമ്മൾ ഇടയ്ക്ക് കവടിയാറിനടുത്ത് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ ഇത് അമ്പലമുക്കിൽ, നമ്മുടെ കവടിയാർ അമ്പലമുക്കിൽ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ വന്നിട്ടുള്ള ഈ വീട് കുറച്ചുകൂടെ അതിനെ കുറച്ച് നല്ല അടിപൊളിയാണ്. അതായത് നല്ല നീറ്റ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. കണ്ടല്ലോ, നല്ല നീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വീട്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ബ്രോക്കറേജ് കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ പേജിലായിരിക്കും ഇതേപോലത്തെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ, അതുകൊണ്ട് പേജ് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തോ, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടീസ്, ഇതുപോലെ മീഡിയം ബഡ്ജറ്റിനൊക്കെ ചെറിയ 24-30 ലക്ഷത്തിനൊക്കെ വീടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓണർ സെയിലായിട്ട് നമുക്ക് പരസ്യം ചെയ്ത് സെയിലാക്കാൻ പറ്റും. അതായത് ഇതുപോലത്തെ ചെറിയ ബഡ്ജറ്റ് പ്രോപ്പർട്ടി ആകുമ്പോൾ പെട്ടെന്ന് സെയിലാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പരസ്യത്തിന്റെ ചാർജ് മാത്രമേ വരുള്ളൂ. പരസ്യത്തിന്റെ ചാർജ് മാത്രം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് സെയിലാക്കാൻ പറ്റും. നമുക്ക് ബ്രോക്കറേജോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു മിഡിൽ മാൻ ഇതിന്റെ അകത്ത് വരില്ല. ഡയറക്റ്റ് ഓണർ സെയിലായിട്ട് തന്നെ ചെയ്ത് ഉടൻ തന്നെ സെയിലാക്കാൻ പറ്റും. ഈ ബഡ്ജറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോകും. അപ്പൊ ഈ ഒരു ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറിനെ വിളിച്ചോ. ഇതാണ് നമ്പർ. ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറിനെ തന്നെ വിളിച്ച് ഡയറക്റ്റ് തന്നെ സെറ്റ് ആക്കാൻ പറ്റും. നല്ല കണ്ടീഷനുള്ള വീടാണ്. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട് ഈ വീട്. കാരണം നല്ല ഡബിൾ സ്റ്റോറേജ് വീട്, സൂപ്പറായിട്ട് റെന്റിന് കൊടുക്കാനും പറ്റിയ വീട്. അതല്ല താമസിക്കാനാണെങ്കിൽ കൊള്ളാം. കാരണം ഇത് നല്ല കണ്ടീഷൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ ഏരിയ ആണ്. ഈ നമ്പറിൽ വിളിച്ചോ. ചോദിക്കുന്ന വില വെറും 24 ലക്ഷം രൂപ മാത്രം.